attention span. Gen Z's attention span is now less than a goldfish's. Declining attention amongst teens. Attention span is continuously declining. അറ്റൻഷൻ സ്പാൻ. ജെൻസിയുടെ അറ്റൻഷൻ സ്പാൻ ഇപ്പോൾ ഒരു ഗോൾഡ് ഫിഷിനേക്കാൾ കുറവാണ്. കൗമാരക്കാർക്കിടയിൽ ശ്രദ്ധ കുറഞ്ഞു വരികയാണ്. ശ്രദ്ധയുടെ ദൈർഘ്യം തുടർച്ചയായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു സിനിമാ ഹാളിൽ വെച്ച് എനിക്കിത് അനുഭവപ്പെട്ടു. ആ മനുഷ്യൻ സിനിമ കാണുകയായിരുന്നു. അതോടൊപ്പം തന്നെ ഒരാൾക്ക് ഒരു കാര്യത്തിൽ പോലും കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. മൊബൈൽ ഫോണുകൾ അനുവദിച്ചാൽ ക്ലാസ് മുറികളിലും ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. നിങ്ങൾ പ്രോജക്റ്റുകൾ എഴുതുമ്പോഴും ജിമ്മിലായിരിക്കുമ്പോഴും ഇതാണ് സംഭവിക്കുന്നത്. എന്തിനാണ് നിങ്ങളെ തന്നെ ചിതറിക്കുന്നതും അസംബന്ധങ്ങളിൽ മുഴുകുന്നതും? പ്രശ്നം ശ്രദ്ധയുടെ ദൈർഘ്യം കുറവാണെന്നതല്ല. പ്രശ്നം യഥാർത്ഥത്തിൽ ശ്രദ്ധയുടെ ദൈർഘ്യം ഇപ്പോഴും പൂജ്യമായിട്ടില്ല എന്നതാണ്. പാഴ്വസ്തുക്കളോടുള്ള ശ്രദ്ധ പൂജ്യമാകുക എന്നാൽ അസംബന്ധങ്ങളോടുള്ള സഹിഷ്ണുത പൂജ്യമാകുക എന്നാണ് അർത്ഥമാക്കുന്നത്. അതാണ് ഇപ്പോൾ വേണ്ടത്. ഇന്നലെ വെറുതെ 2 മണിക്കൂർ ഞാൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നു. ബുദ്ധിശക്തിയുള്ളതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടപ്പെട്ട ആ 2 മണിക്കൂർ ഇനി ഒരിക്കലും തിരിച്ചു വരില്ലെന്ന് എനിക്കറിയാം. ഞാൻ എന്നെ തന്നെ വിഡ്ഢിയാക്കിയെന്ന് എനിക്കറിയാം. എന്നാൽ ആ പ്ലാറ്റ്ഫോമിലേക്ക് തിരിച്ചു പോകാതിരിക്കാൻ മാത്രം ഞാൻ എന്നെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ അസഹിഷ്ണുതയാണ് വേണ്ടത്. കണ്ടത് കണ്ടു, അത് കാണാത്തതുപോലെ നടിക്കരുത്. തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞു, അത് തിരിച്ചറിയാത്തതുപോലെ ഇരിക്കരുത്. ഒരു തവണ മതി, കാരണം നിങ്ങൾക്ക് ഒരു ജീവിതമേ ഉള്ളൂ.